ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും എഡ്യൂബ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിപിൻ രാജ്. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. കുറേ പേർക്ക് ജോലി കിട്ടട്ടെ, അല്ലേ? എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതുപോലെ നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഈ ഒരു വർഷം പൂർത്തീകരിക്കാൻ പറ്റട്ടെ. സോ അതിനോടനുബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സന്തോഷം എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഒരു പക്ഷേ അത്ര സന്തോഷം ഉണ്ടാവില്ല, കാരണം ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ, അല്ലേ? സോ അത് ഞാൻ പറയാം. ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് റെയിൽവേൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ വന്ന ആളുകൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? RRB ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ വീണ്ടും റെയിൽവേ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് റെയിൽവേ തന്നെ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇനി വരുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ITI അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് NCVTയുടെ സർട്ടിഫിക്കറ്റ്, അല്ലേ, അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് റെയിൽവേ പല തവണ പറഞ്ഞിട്ടുള്ള. ഇനി അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് റെയിൽവേ അത്രയും തറപ്പിച്ച് പറഞ്ഞൊരു കാര്യത്തെ റെയിൽവേ ഇന്ന്, അതായത് 2/1/2025 റെയിൽവേ ബോർഡിന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. സോ ആ ലെറ്ററിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത്. ഓക്കെ, ആ ഒരു ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ റെയിൽവേ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇത്തവണത്തെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. സോ അതിന് മുമ്പ് ഈ കാര്യം നമ്മുടെ ടെലഗ്രാം ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിലാണ് നമ്മൾ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ആദ്യം നിങ്ങൾക്ക് എത്തിക്കുന്നത്. കാരണം എനിക്ക് ഏറ്റവും എളുപ്പം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ടെലഗ്രാം ചാനലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അതൊക്കെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും ടെലഗ്രാമിലുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യുക. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ ഉണ്ട്. അതുമല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ പോയിട്ട് എഡ്യൂഹബ് ഓൺലൈൻ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന പുതിയ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആ മെഗാ അപ്ഡേറ്റിൽ റെയിൽവേ പറഞ്ഞിട്ടുള്ള ഇതാണ് ആ അപ്ഡേറ്റ്. ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് റെയിൽവേ പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ അപ്ഡേറ്റിൽ റെയിൽവേ പറഞ്ഞില്ല മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ഫ്രം ഓപ്പൺ മാർക്കറ്റ് ഇൻ ലെവൽ 1 എന്ന് പറഞ്ഞതാണ് ഗ്രൂപ്പ് ഡി. ഒരു സംശയം വേണ്ട, അത് ഗ്രൂപ്പ് ഡി ആണ്. ഓക്കെ, ഈ ലെവൽ 1 എക്സാമിന് റെയിൽവേ പറഞ്ഞ മിനിമം ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ റെയിൽവേ ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. ഈ ഡേറ്റ് ഇവിടെ കാണാം, 2/1/2025 എന്ന് കാണാം. സോ ഇതിൽ റെയിൽവേ പറയുന്ന ഒരു കാര്യം എന്താണ്? പ്ലീസ് റെഫർ ടു ബോർഡ്സ് ലെറ്റർ നമ്പർ ENG 11/2/2017 RR1/12. ഈ ലെറ്റർ എന്താണെന്നുള്ളത് ഞാൻ പറയാം, അതൊക്കെ അവിടെ പോട്ടെ. ഇനി ഇൻക്ലൂഡിങ് ലെവൽ 1 പോസ്റ്റുകൾ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ലെവൽ 1 പോസ്റ്റുകൾക്ക് ക്വാളിഫിക്കേഷൻ വിൽ ബി 10th പാസ്, 10ാം ക്ലാസ് ഓർ എന്നാണ്. ആൻഡിൽ നിന്ന് മുമ്പ് എന്തായിരുന്നു? ആൻഡ് ആയിരുന്നു, ഇപ്പോൾ അത് ഓറായി. അതായത് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ഓർ ഇക്വലൻ്റ് ഓർ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NAC ഗ്രാൻഡഡ് ബൈ NCVT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്, അവർ കൊടുക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് റെയിൽവേ ദിസ് വിൽ ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. The minimum in education qualification for all future open market recruitments in level 1 എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺലി വിളിക്കുന്ന ലെവൽ 1 പോസ്റ്റുകൾക്കുള്ള എല്ലാ ഇനി ഫ്യൂച്ചറിലേക്ക് വരുന്ന എല്ലാത്തിൻ്റെയും മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും എന്ന് റെയിൽവേ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഒരു സംശയവും വേണ്ട, ഈ വരുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി. ഇതിന് മുമ്പുണ്ടായിരുന്ന പരീക്ഷകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ. അതിനോട് സംബന്ധിച്ചൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു നോട്ടീസാണ് നമ്മൾ ഒരുപാട് കുഴപ്പിച്ചിരുന്നത്. ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം അന്ന് റെയിൽവേ പറഞ്ഞു, ഞാൻ മുമ്പ് ആ വീഡിയോയിലൊക്കെ പറഞ്ഞു എന്തെങ്കിലും മാറ്റം റെയിൽവേക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് മീറ്റിംഗ് കൂടുക, അവർക്കത് കൺവിൻസിങ് ആവുന്ന ഒരു മാറ്റമാണെങ്കിൽ അവരുടനെ വരുത്തും. സോ ഇത് അങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കിയറിയാം, 01/2025 എന്ന് പറഞ്ഞ ബോർഡ് ലെറ്റർ ഈ 2025 റെയിൽവേ ബോർഡ് ഇറക്കിയുന്ന ഫസ്റ്റ് ലെറ്ററാണിത്. സോ അതിൽ ഡേറ്റ് എന്താണ്? 2/1/2025 അവർ പറയുന്ന കാര്യം ഇതാണ്. ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു, മുൻപ് അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി എന്ന് പറഞ്ഞ കാര്യത്തെ അവർ പ്ലസ് എന്താക്കി? 10th ഇവിടെ കൊണ്ട് 10th ഓർ അല്ലേ പ്ലസ് ITI എന്നാക്കി, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് എന്നാക്കി മാറ്റിയിരുന്നു. സോ അതവർ റിവോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾക്കറിയാം, ENG 11 അല്ലെ 2/2017 RR1/12 എന്ന് പറഞ്ഞത് ആ നോട്ടീസാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. നോക്കിയേ, ENG 2/2017 RR1/12. ഇവർ ഈ പറയുന്ന കാര്യം എന്താണ്? ഇൻ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ലെവൽ 1 ത്രൂ ഓൾ മോഡ്സ് എഗെയിൻസ്റ്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് കോട്ട ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, SNT ഡിപ്പാർട്ട്മെന്റ് വുഡ് ബി 10th പാസ് ഇവിടെ പ്ലസ് നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഗ്രാൻഡഡ് ബൈ NCVT ഓർ 10th പാസ് പ്ലസ് ITI എന്നായിരുന്നു. ഇതാണ് ഇവർ ഇതിൽ പറയുന്ന ആ ഒരു നോട്ടീസ്. ഈ നോട്ടീസാണ് അവർ വീണ്ടും മാറ്റിയിരിക്കുന്നത്. അതായത് ഒന്നുമില്ല, 10th പ്ലസ് ITI എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആവശ്യമില്ല. 10th ഓർ ITI ഓർ ഈ പറയുന്ന നമ്മുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുറപ്പാണ്, ഈ വരുന്ന എക്സാം, അതായത് ഈ 2025
നിങ്ങൾ അതുകൂടെ പറയാം, ഈ എക്സാം വരാൻ പോകുന്ന എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന നമ്മുടെ ടെലഗ്രാം ചാനൽ ഓൾറെഡി ഇട്ടുണ്ട്. ജനുവരി എനിക്ക് തോന്നുന്നു 23 അല്ലേ, ജനുവരി 23 നോട്ടിഫിക്കേഷൻ വരും. ഐ മീൻ 23 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് ഡിക്ക്. അതുപോലെ ഫെബ്രുവരി 22 വരെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ക്വാളിഫിക്കേഷൻ അതുകൂടി ഞാൻ ഈ ഒരു ഇതിൽ പറയാം. ഏജ് എത്ര വരുന്നത് 18 മുതൽ 33 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്കാർക്ക് ഇത്തവണ അപേക്ഷിക്കാം. ഓക്കെ, ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 33 വരെയാണ്. അത് എന്തുകൊണ്ടാണ്? സാധാരണ 18 to 30 വരാറുള്ളത്. ഇത്തവണ എന്താണെന്ന് വെച്ചാൽ പ്ലസ് എല്ലാ പരീക്ഷകൾക്കും, ഈ വർഷം നടക്കുന്ന വിളിക്കുന്ന എല്ലാ പരീക്ഷകൾക്കും, ഈ വർഷം 2024 ഉദ്ദേശിക്കുന്നത്, എല്ലാ പരീക്ഷകൾക്കും കൊറോണ കാരണം 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ റെയിൽവേ കൊടുത്തിട്ടുണ്ട്. സോ 18 to 30 എന്നുള്ളത് 18 to 33 ആക്കിയിട്ടുണ്ട്. അതിന് പുറമെ നിങ്ങൾ OBC ആണെങ്കിൽ 18 to 33 + 3, അതായത് 36 വയസ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം OBC ആണെങ്കിൽ. അതുപോലെ നിങ്ങൾ SC ST ആണെങ്കിൽ എന്താണ് +5 എന്നുള്ള 18 to 33 + 5 വർഷം റിലാക്സേഷൻ കിട്ടും. അപ്പോൾ എത്രയാണ് 38 വയസ്സ് വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പരീക്ഷ എഴുതാം. അപ്പോൾ റെയിൽവേയിലേക്ക് എൻട്രി ലെവൽ പോസ്റ്റാണ് ഓഫ്കോഴ്സ് ഗ്രൂപ്പ് ഡി, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ക്വാളിഫിക്കേഷൻ വെച്ച് ഞാൻ പറഞ്ഞത്, എല്ലാ ജോലിയും ഞങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കയ്യിലൊരു 30,000-ഓളം രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ഒരു പോസ്റ്റാണ്, സ്റ്റാർട്ടിങ് എൻട്രി ആണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ പോസ്റ്റുകളോ ബാക്കി എക്സാമൊക്കെ എഴുതി മുകളിലേക്ക് കയറി പോവാം, അത് വേറെ വിഷയം. പക്ഷേ ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി, 10ാം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആ ഒരു അപ്ഡേറ്റ് വീണ്ടും റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മുമ്പ് അങ്ങനെ ഉണ്ടെന്ന് മാറ്റിയിരുന്നത് വീണ്ടും റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ എക്സാമിൻ്റെ സ്റ്റെപ്പും പ്രൊസീജിയറൊക്കെ എന്താ? ഒന്നുമില്ല. ഒരു എക്സാം ഉണ്ട് അല്ലേ, അത് കഴിഞ്ഞിട്ടൊരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞൊരു മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ആയി. സോ മറ്റേ NTPC എക്സാമുകൾക്ക് എങ്ങനെയാണ്? ഒരു CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, പിന്നെ ഒരു 2 ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ. അവിടെ ഇതില്ല, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല. പക്ഷേ ഗ്രൂപ്പ് ഡിക്ക് ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ട്. അതായത് ഒരു എക്സാം, ഒരു ഫിസിക്കൽ ടെസ്റ്റ്, പിന്നെ വരുന്നത് കോമൺ ആണ് മെഡിക്കലും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും. ഓക്കെ, എക്സാം എപ്പോൾ നടക്കും എന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന, അതായത് ഇനിയിപ്പോൾ ഈ വിളിക്കാനുള്ളത് റെയിൽവേൻ്റെ പാരാമെഡിക്കൽ കുറച്ച് കോഴ്സുകൾ, പാരാമെഡിക്കൽ പോസ്റ്റുകളിലേക്ക് റെയിൽവേ ഇനി നോട്ടിഫിക്കേഷൻ വിളിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ ഗ്രൂപ്പ് ഡി വരും. ഞാൻ പറഞ്ഞു ജനുവരിയിൽ തന്നെ ഗ്രൂപ്പ് ഡി വരും. ജനുവരി 23 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ റെയിൽവേൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഓക്കെ, സോ അതായത് ഈ 2025 പകുതിയാവും കഴിയുമ്പോഴൊക്കെ തന്നെ എക്സാം വരുള്ളൂ. സോ സമയമുണ്ട്. നിങ്ങളൊന്നും അറിയാണ്ടിരിക്കുകയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. കുത്തിയിരുന്ന് പഠിക്കുക. ഈ പറഞ്ഞ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ വീണ്ടും വന്നാൽ ഒരുപാട് പേര് ഡെസ്പായിട്ട് ഇരിക്കുകയായിരുന്നു എനിക്കറിയാം. കാരണം എനിക്ക് പേഴ്സണലി കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പ് ഡി ബാച്ചിലൊക്കെ ഒരുപാട് പേര് ഡെസ്പായിട്ട് പറയുന്നത് ലാസ്റ്റ് ചാൻസാണ്. അടുത്ത വർഷം മുതൽ 10ാം ക്ലാസ് + ITI എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ITI ഇല്ല, അല്ലെങ്കിൽ ഞാൻ അപ്രന്റീഷിപ്പ് കഴിഞ്ഞിട്ടില്ല, 10ാം ക്ലാസ് മാത്രമാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ, ഞാൻ ഇതന്നെ പ്രതീക്ഷിക്കുകയെന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് വീണ്ടും തിരിച്ച് ആ ട്രാക്കിലേക്ക് വരാൻ ഒരു എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ 10ാം ക്ലാസ് + ITI ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവർക്ക് കുറച്ച് കോമ്പറ്റീഷൻ കൂടുകയും ചെയ്യും. ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞത്. ചില ആളുകൾക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. എനിക്കറിയാം 2019 ഗ്രൂപ്പ് ഡി എക്സാം ഏതാണ്ട് 3 കോടി ആളുകൾ എഴുതിയ എക്സാമാണ്. പക്ഷേ ആ കോടികളുടെ എണ്ണം നിങ്ങൾ നോക്കണ്ട കേട്ടോ. അതിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. കൃത്യമായിട്ട് മാത്സ്, റീസണിങ്, ജനറൽ സയൻസ് അങ്ങനെ ആ ഒരു ഏരിയ കൃത്യമായിട്ട് പഠിച്ച ആളുകൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതിൽ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നതൊക്കെ അനുസരിച്ചിട്ടിരിക്കും ബാക്കി നിങ്ങളുടെ ജോബ് നേച്ചറും കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഇനിയും ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ പുറകെ വരുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. സോ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇത് ആരെങ്കിലുമൊക്കെ ഇത് അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. അപ്പോൾ നന്നായി പഠിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.